Hi friends, welcome to another video. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് +1 കെമിസ്ട്രി ചാപ്റ്റർ 1 സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന പാഠഭാഗമാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് മാസ്, വെയ്റ്റ്, ഡെൻസിറ്റി ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന 4 ആശയങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ മാസും വെയ്റ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. മാസ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും മാസും വെയ്റ്റും ആക്ച്വലി സെയിം തന്നെയല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതേപോലെ തന്നെ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം അല്ല. ദർ ആർ സം ഡിഫറൻസസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയ്റ്റ്. മാസും വെയ്റ്റും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. എന്താണ് മാസ് അല്ലെങ്കിൽ എന്താണ് വെയ്റ്റ് എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഓക്കെ, മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ടോട്ടൽ സാധനങ്ങൾ എന്തൊക്കെയാണോ അതാണ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് അതിനെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം കൂടിക്കഴിഞ്ഞാൽ ആകെ കൂടി കിട്ടുന്ന സംഖ്യ എത്രയാണോ അതാണ് നമ്മുടെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, മാസ് ഈസ് ഹൗ മച്ച് മാറ്റർ ആൻഡ് ഒബ്ജക്റ്റ് കണ്ടെയ്ൻസ്. ഓക്കെ, മാസ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോർ എ ബോഡി ആൻഡ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ലൊക്കേഷൻ. മാസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് മാസ് ചേഞ്ച് ആവില്ല. അതായത് നിങ്ങളുടെ മാസ് എന്ന് പറയുന്നത് ഒരു 65 കിലോഗ്രാമാണ് നിങ്ങളുടെ മാസ് ഭൂമിയിൽ എന്ന് വിചാരിക്കാം. ഭൂമിയിൽ നിങ്ങളുടെ മാസ് ഒരു 65 കിലോഗ്രാമാണ് എന്ന് വിചാരിക്കാം. നിങ്ങൾ ശൂന്യാകാശത്ത് അല്ലെങ്കിൽ ബഹിരാകാശത്ത് പോയിട്ട് അവിടെ നിന്ന് മാസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എത്രയുണ്ടാവും? നിങ്ങൾക്ക് തീർച്ചയായിട്ടും 65 കിലോഗ്രാം തന്നെ മാസ് ഉണ്ടായിരിക്കും. ഓക്കെ, മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമാണ്. ഓക്കെ, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എൻ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള മാറ്ററിൻ്റെ അളവിനെയാണെന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത്. മാസ് കോൺസ്റ്റൻ്റ് ആണ്, അതായത് ലൊക്കേഷൻ ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട് മാസിൽ ചേഞ്ച് വരില്ല, മാസിൽ വ്യത്യാസം വരില്ല. മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമാണ്. ഇനി നമുക്ക് വെയ്റ്റ് നോക്കാം. വെയ്റ്റ് എന്ന് പറയുന്നത്, വെയ്റ്റിന് കാരണക്കാരൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റിയാണ് വെയ്റ്റിന് കാരണമെങ്കിൽ തീർച്ചയായിട്ടും ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് വെയ്റ്റ് മാറും. ഓക്കെ, അപ്പോൾ വെയ്റ്റ് കോൺസ്റ്റൻ്റ് അല്ല, പ്ലേസ് ടു പ്ലേസ്, അതായത് ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് വെയ്റ്റ് മാറും. ഓക്കെ, ഇനി വെയ്റ്റിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു ഗ്രാവിറ്റിയാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വെയ്റ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. മനസ്സിലായല്ലോ? അതായത് നിങ്ങൾ ഭൂമിയിൽ നിന്നിട്ട് നിങ്ങളുടെ വെയ്റ്റ് നോക്കി, അതേപോലെ തന്നെ നിങ്ങൾ ശൂന്യാകാശത്ത് പോയിട്ട് നിങ്ങൾ വെയ്റ്റ് നോക്കി, രണ്ട് വെയ്റ്റും വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷേ മാസ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിയോ, കുഞ്ഞൊരു ഡെഫിനേഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് എ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. മാസ് കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമാണ്. ഓക്കെ, ഇനി വെയ്റ്റ് എന്ന് പറയുന്നത് വെയ്റ്റ് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്രാവിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ്. അപ്പോൾ വെയ്റ്റിന് കാരണം എന്താണ്? ഗ്രാവിറ്റിയാണ്. വെയ്റ്റ് മേ വാരി ഫ്രം വൺ പ്ലേസ് ടു അനദർ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഗ്രാവിറ്റി. ഗ്രാവിറ്റി എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ വെയ്റ്റ് സ്ഥലം മാറുന്നതിനനുസരിച്ചിട്ട് വെയ്റ്റും മാറും. ഓക്കെ, പക്ഷേ നമ്മൾ മിക്കവാറും മാസും വെയ്റ്റും ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ് നമ്മൾ പറയാറ്. ആക്ച്വലി അതൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, ഇനി എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എർത്തിൽ ഒരു 70 കിലോഗ്രാം മാസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അദ്ദേഹം അല്ലെങ്കിൽ അയാൾ ഔട്ടർ സ്പേസിൽ പോയി കഴിഞ്ഞാലും അയാളുടെ മാസ് എത്ര തന്നെയായിരിക്കും? 70 കിലോഗ്രാം തന്നെയായിരിക്കും അയാളുടെ മാസ്. പക്ഷേ വെയ്റ്റ് ഭൂമിയിലൊരു 686 ന്യൂട്ടൺ, ഒരിക്കലും കിലോഗ്രാം എന്ന് പറയരുത്, ന്യൂട്ടൺ വെയ്റ്റ് ഭൂമിയിലുണ്ടെന്ന് വിചാരിക്കാം. അത് ഔട്ടർ സ്പേസിലാണെങ്കിൽ 0 ന്യൂട്ടൺ ആയിരിക്കും. ബിക്കോസ് അവിടെ എന്തില്ല? അവിടെ ഗ്രാവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവില്ല, വെയ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാസ് വെയ്റ്റ് തമ്മിൽ ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരിക്കലും മാസും വെയ്റ്റും സെയിം ആണ് എന്ന് വിചാരിക്കരുത്, പക്ഷെ നമ്മൾ ഇൻ്റർചേഞ്ചബിളി രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് ഡെൻസിറ്റിയാണ്. സാന്ദ്രത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് എമൗണ്ട് ഓഫ് മാസ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളം മാസ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈക്വേഷൻ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ SI യൂണിറ്റ് എന്തായിരിക്കും? മാസ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ? മാസിൻ്റെ
യൂണിറ്റ് എന്താണ്? കിലോഗ്രാമാണ്. ഡിവൈഡഡ് ബൈ വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഡെൻസിറ്റി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തെന്ന് വെച്ചോ, അതിലേക്ക് നമ്മളൊരു കല്ലിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു മെറ്റലിൻ്റെ ഒരു ക്യൂബ് ഇട്ടു എന്ന് വിചാരിച്ചോ. അപ്പോൾ തീർച്ചയായിട്ടും എന്തുണ്ടാവും? മെറ്റലിൻ്റെ ക്യൂബാണെങ്കിൽ അത് താഴ്ന്നു പോകും. ഓക്കെ, പക്ഷെ നമ്മൾ ഇടുന്നത് ഒരു മരത്തിൻ്റെ ക്യൂബാണെന്നുണ്ടെങ്കിൽ അതിന് ഡെൻസിറ്റി വളരെ കുറവാണ്. സോ അത് വെള്ളത്തിൽ പൊന്തിക്കിടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈ ഡെൻസിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മാക്സിമം പാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ മോളിക്യൂൾസൊക്കെ അല്ലെങ്കിൽ പാർട്ടിക്കിൾസൊക്കെ മാക്സിമം കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ലോ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് വളരെ കുറവായിരിക്കും. അടുത്ത നമ്മുടെ നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി, ഹോട്ട്നെസ് ഓർ കൂൾനെസ് ഓഫ് എ ബോഡി എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു വസ്തുവിൻ്റെ ചൂട്, അതിനെയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ചൂടാണോ തണുപ്പാണോ എന്നുള്ളതാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. 3 സ്കെയിലാണ് സാധാരണ അളക്കുന്നത്: ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ. അങ്ങനെ 3 സ്കെയിലാണ് സാധാരണ നമ്മുടെ ടെമ്പറേച്ചർ അളക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് അതിൻ്റെ സെൽഷ്യസ് സ്കെയിൽ ഏത് മുതൽ ഏത് വരെയാണ്? സെൽഷ്യസ് സ്കെയിലിൽ നമുക്ക് ഈ നമ്പേഴ്സ്, ന്യൂമറിക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് 0 മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. നമുക്കറിയാം വെള്ളത്തിൻ്റെത് അല്ലെങ്കിൽ ഐസിൻ്റെതൊക്കെ 0, വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി, അതറിയാമല്ലോ. ഇനി ഫാരൻഹീറ്റ് സ്കെയിലാണെന്നുണ്ടെങ്കിൽ 32 ഡിഗ്രി മുതൽ 212 ഡിഗ്രി വരെയാണ് ഫാരൻഹീറ്റിൽ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഫാരൻഹീറ്റ് സ്കെയിലിനെ സെൽഷ്യസ് സ്കെയിലിലേക്കും അതേപോലെ തന്നെ സെൽഷ്യസ് സ്കെയിലിനെ ഫാരൻഹീറ്റ് സ്കെയിലിലേക്കും കെൽവിൻ സ്കെയിലിനെ സെൽഷ്യസ് സ്കെയിലിലേക്കൊക്കെ മാറ്റാനായിട്ട് പറ്റും. അതിൻ്റെ ഈക്വേഷൻസും താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. മാസ്, വെയിറ്റ് സെയിം അല്ല, വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഡെൻസിറ്റി, സാന്ദ്രത എന്ന് പറയുന്നത് ഈക്വേഷൻ മാസ് ഡിവൈഡഡ് ബൈ വോളിയമാണ്. പിന്നെ ടെമ്പറേച്ചർ അളക്കുന്നത് 3 സ്കെയിലാണ്: കെൽവിൻ, സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. So that's all for today, and if you like this video, please like, share and subscribe. Thank you so much for watching this video.